നമസ്കാരം, ഏവർക്കും മറ്റൊരു ആൻഡ്രോയിഡ് മലയാളം എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ടൂൾ ബാറിലേക്ക് മെനു ഐറ്റംസ് ആഡ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ടൂൾ ബാറിൽ ഉള്ള മെനു ഐറ്റത്തിൻ്റെ ക്ലിക്ക് ഈവൻസ് ഹാൻഡിൽ ചെയ്യുക എന്നതിനെ പറ്റിയാണ്. നമ്മുടെ ആപ്ലിക്കേഷനിൽ മെയിൻ ആക്ടിവിറ്റിയിലാണ് ഞാൻ ആ ടൂൾ ബാർ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ക്ലാസ് ഫയൽ ഓപ്പൺ ചെയ്യുക. ടൂൾ ബാറിലുള്ള മെനു ഐറ്റത്തിൻ്റെ ക്ലിക്ക് ഈവൻസ് ഹാൻഡിൽ ചെയ്യാനായി നിങ്ങൾ മറ്റൊരു മെത്തേഡ് കൂടി ഓവർറൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഓൺ ഓപ്ഷൻസ് ഐറ്റം സെലക്റ്റഡ് എന്ന മെത്തേഡാണ്. അത് ഓവർറൈഡ് ചെയ്യുക. ഈ മെത്തേഡിന് നമുക്ക് ഒരു പാരാമീറ്റർ ഉണ്ട്. അത് മെനു ഐറ്റം എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ്. അപ്പോൾ ഈ ഒരു പാരാമീറ്റർ ഉപയോഗിച്ചിട്ട് ഏത് മെനു ഐറ്റമാണ് യൂസർ സെലക്ട് ചെയ്തത് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കേസിൽ നമുക്ക് രണ്ട് ഐറ്റം ഉണ്ട്. ആദ്യത്തേത് ഒരു സെർച്ച്, രണ്ടാമത്തേത് ഷെയർ. അപ്പോൾ ഏത് ഐറ്റമാണ് യൂസർ ടാപ്പ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു പാരാമീറ്ററിൻ്റെ ID ഗെറ്റ് ചെയ്താൽ മതിയാവും. അപ്പം ഞാനിവിടെ ഒരു സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പോവാണ്. ഞാൻ ഐറ്റത്തിൻ്റെ ID ഗെറ്റ് ചെയ്യുകയാണ്. ഗെറ്റ് ഐറ്റം ID എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് യൂസറിന് ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഞാനൊരു സെപ്പറേറ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ മെത്തേഡിൽ നമുക്ക് ഒരു പാരാമീറ്റർ ആവശ്യമാണ്. ഞാൻ സിമ്പിളായിട്ടൊരു ടോസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ കേസ് ഹാൻഡിൽ ചെയ്യാം. ആദ്യത്തെ കേസ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം ആക്ഷൻ സെർച്ച്, അതായത് യൂസർ സെർച്ച് ഓപ്ഷനാണ് സെലക്ട് ചെയ്തത് എങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാം. യൂസർ സെലക്ട് സെർച്ച്. അപ്പം നമ്മളിവിടെ സക്സസ്ഫുൾ ആയിട്ട് ആ പർട്ടിക്കുലർ മെനു ഐറ്റത്തിൻ്റെ ക്ലിക്ക് ഈവൻറ്റ് ഹാൻഡിൽ ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഈ മെത്തേഡിൽ നിന്നും, അതായത് ഈ ഓൺ ഓപ്ഷൻസ് ഐറ്റം സെലക്റ്റഡ് എന്ന മെത്തേഡിൽ നിന്നും ട്രൂ റിട്ടേൺ ചെയ്യണം. ആ മെത്തേഡിന് ഒരു ബൂളിയൻ റിട്ടേൺ ടൈപ്പാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ ഹാൻഡിൽ ചെയ്തു. നമുക്ക് രണ്ടാമത്തെ കേസ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ രണ്ടാമത്തെ കേസിൽ ഷെയർ ആണ്. ഇവിടെ നമുക്ക് വേണ്ടത് ഷെയർ ആണ്. യൂസർ സെലക്ട് ഷെയർ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ രണ്ട് പോസിബിൾ കേസ് നമ്മൾ ഹാൻഡിൽ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇവിടെ ഡിഫോൾട്ട് കേസും കൂടി ഹാൻഡിൽ ചെയ്യണം. അതായത് യൂസറിൻ്റെ ആക്ഷൻ റെക്കഗ്നൈസ് ചെയ്തില്ല എങ്കിൽ, അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് സൂപ്പർ ക്ലാസ്സിലേക്ക് റിട്ടേൺ ചെയ്യാം. അപ്പോൾ സൂപ്പർ ക്ലാസ് ഇത് ഹാൻഡിൽ ചെയ്തോളൂ. അപ്പോൾ ഇത്രയും ചെയ്തല്ല നമ്മുടെ ടൂൾ ബാറിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബാറിലുള്ള മെനു ഐറ്റത്തിൻ്റെ ക്ലിക്ക് ഈവൻറ്റ്സ് നമുക്ക് ഗെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് അപ്പോൾ റൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഐറ്റം ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ആദ്യത്തെ ഐറ്റം സെലക്ട് ചെയ്തു. ഇവിടെ ടോസ്റ്റ് ഡിസ്പ്ലേ ആവുന്നുണ്ട്. രണ്ടാമത്തെ ഐറ്റം സെലക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ ബാറിൽ അല്ലെങ്കിൽ ആ ടൂൾ ബാറിൽ ഉള്ള മെനു ഐറ്റത്തിൻ്റെ ക്ലിക്ക് ഈവൻറ്റ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ ആൻഡ്രോയിഡ് മലയാളം വീഡിയോ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.